ഹൃദയത്തിൻ്റെ എല്ലുകൾ തേഞ്ഞുപോയി. കർത്താവ് അവളുടെ കഴുത്തിനൊരു പുതിയ എല്ല് കൊടുത്തു. ഹൃദയം ക്യാൻസർ മാറിയ യേശുവിലേക്ക് വന്നേ. ഇപ്പോൾ കള്ളുകൂടി നിർത്തിയപ്പോൾ 10-25 പേരുമായിട്ട് ചർച്ചിലും വരുന്നുണ്ട്. നിന്റെ കയ്യിലൊരു പെൺകൊച്ചിരിക്കുന്നത് കണ്ടിടാൻ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 998. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പഞ്ചാബിൽ നിന്നും ഒരു വെൽവിഷറാണ്. നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് ബ്രദറിൻ്റെ ഷുഗർ ലെവൽ നോർമലാകണം, ബോഡി പെയിൻ മാറിപ്പോകണം, അതുപോലെ തന്നെ വൈഫിന് BP-യും കൊളസ്ട്രോളും ഉണ്ട്, അത് സൗഖ്യമാവണം, ആസ്മാറ്റിക് അലർജി സൗഖ്യമാവണം, മകൻ്റെ മൂത്ത കുഞ്ഞിന് സംസാരിക്കുമ്പോൾ വിക്കുണ്ട്, അത് മാറണം, ഇളയ കുഞ്ഞിന് അലർജിയുണ്ട്, അത് സൗഖ്യമാകണം, മകളുടെ ഹസ്ബൻഡിന് അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ലഭിക്കണം. നമുക്ക് ഒരു നിമിഷം കുടുംബത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ബ്രഹ്നും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ബ്രഹ്ൻ്റെ ശരീരത്തിലായിരിക്കുന്ന വേദനകൾ മാറിപ്പോട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. താങ്ക് യു ജീസസ്. ഷുഗർ ലെവൽ നോർമൽ ആവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, വൈഫിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വൈഫിൻ്റെ BP, കൊളസ്ട്രോൾ ഇതെല്ലാം സൗഖ്യമാവട്ടെ അപ്പോൾ. ആസ്മാറ്റിക് അലർജി മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പോൾ. കർത്താവെ, കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവെ, മകൻ്റെ മൂത്ത കുഞ്ഞിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്ഫുടമായി സംസാരിക്കാൻ അവിടുത്തെ ശക്തി വ്യാപരിക്കണമേ. കർത്താവെ, ആ വിക്കൽ മാറിപ്പോട്ടെ അപ്പോൾ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇളയ കുഞ്ഞിൻ്റെ അലർജി മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ 2 കുഞ്ഞുങ്ങളും സൗഖ്യമാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, മകളുടെ ഹസ്ബൻഡിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ലഭിക്കട്ടെ അപ്പാ. കർത്താവെ, അവിടുത്തെ പ്രവൃത്തി കുടുംബത്തിലുണ്ടായിരിക്കാൻ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു TV പ്രേക്ഷക സംഗമം, കോട്ടയത്ത്. നാളെ രാവിലെ 10 മണി മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ. TV പ്രേക്ഷക സംഗമം, എറണാകുളത്ത്. മറ്റന്നാൾ രാവിലെ 10 മണി മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. TV പ്രേക്ഷക സംഗമം, തിരുവല്ലയിൽ. ഏപ്രിൽ 24 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിനു സമീപം. TV പ്രേക്ഷക സംഗമം, തൃശൂരിൽ. ഏപ്രിൽ 25 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ടൗൺ ഹാൾ, പാലസ് റോഡ്. തൻ്റെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ പതറിപ്പോകുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു ദൈവപൈതലിനെ കർത്താവ് ഏതു വിധത്തിൽ കരുതുന്നു എന്ന് മനസ്സിലാക്കുകയും കർത്താവിൽ നിന്നും കേൾക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവപൈതൽ എന്ന് പറയുന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവിക ബലം വ്യാപരിക്കുവാനിടയായി തീരട്ടെ. മുന്നിലുള്ള ഏത് വലിയ പ്രശ്നമാണെങ്കിലും അത് മെഴുകുപോലെ ഉരുകുമെന്ന വിശ്വാസത്തോടെ കർത്താവിൽ ആയിരിക്കാം. നമുക്ക് ഇന്നത്തെ സന്ദേശം കേൾക്കാം. എന്നൊന്ന് ശ്രദ്ധിക്കാവൂ. ദൈവദിനത്തിലെ വളരെ മനോഹരമായൊരു വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 20-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ എടുത്താട്ടെ. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നത് അല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല.
പൗലോസിന്റെ ഒരു വാചകമാണ് നമ്മൾ വായിച്ചേ. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നത് അല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. അടുത്ത വാചകം വായിക്കാവോ നിങ്ങൾക്ക്? എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിനെ സാക്ഷ്യം പറയേണ്ടതിനെ കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. നിങ്ങളെല്ലാവരും ആ വാചകം ഒന്നും കൂടെ വായിച്ചേ. എങ്കിലും എല്ലാവരും എടുത്തെങ്കിൽ ആ വാചകം ഒന്ന് വായിച്ച്. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയായി കാണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിനെ കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എന്ന് എനിക്കുള്ളൂ. ആമേൻ. ഞാൻ ആ വാചകങ്ങൾ വായിക്കുമ്പോൾ എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു സംഭവമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാചകം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവിടെ എഴുതിയിരിക്കുക, പൗലോസ് പറയുക, എനിക്ക് ചില ബന്ധനങ്ങളും കഷ്ടങ്ങളും പട്ടണങ്ങൾ തോറും ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാ ഉണ്ടെന്ന ദൈവം പരിശുദ്ധാത്മാവ് പട്ടണം തോറും സംസാരിച്ച് നിനക്ക് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ചില ബന്ധനങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നു. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചേ. ബന്ധനങ്ങളും ചില കഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് വേദപുസ്തകം പറയുക. പൗലോസിനോട് വേദപുസ്തകത്തിലൂടെ അല്ലെങ്കിൽ കർത്താവ് പറയുക, നോക്ക പൗലോസെ, നിനക്ക് എന്തോ ഉണ്ടാകും, ചില കഷ്ടങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ അല്ലെങ്കിൽ ബന്ധനങ്ങൾ ഉണ്ടാകും എന്ന് ആര് പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്? അനേകരിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോകുക. നാളെ നിങ്ങളുടെ വീട്ടിൽ ചെന്നാൽ ഇന്ന സ്ഥലത്ത് പോയാൽ നിനക്ക് ചില ബന്ധനങ്ങൾ ഉണ്ടാകും, ചില കഷ്ടങ്ങൾ ഉണ്ടാകും, കുറച്ച് ബന്ധനങ്ങൾ എന്ന് എഴുതിയിരിക്കുന്ന വാചകം പഠിക്കേണ്ടത് ആവശ്യമാണ്. ആ എഴുതിയിരിക്കുന്ന വാചകത്തിന് 3-4 അർത്ഥങ്ങളുണ്ട്. വേദനയുണ്ടാകും, പ്രയാസം ഉണ്ടാകും, നീ കെട്ടപ്പെടും എന്നൊക്കെ നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്ന പ്രശ്നം ഉണ്ടാകും, ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങളോട് ആരോടെങ്കിലും ഒരാൾ പറഞ്ഞാൽ, അല്ല ഒരാൾ പറഞ്ഞാൽ എന്ന് നിൽക്കട്ടെ, ദൈവാത്മാവ് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് ആ സ്ഥലത്തേക്ക് വീണ്ടും പോകും? നിങ്ങളൊന്നും മറുപടി പറഞ്ഞില്ല എന്നോട്. അവിടെ എഴുതിയിരിക്കുക പൗലോസിനോട്, നീ അവിടെ ചെല്ലുന്ന സ്ഥലത്ത് നിനക്ക് എന്തോ ഉണ്ടാകും, ബന്ധനങ്ങൾ ഉണ്ടാകും. അഗബസ് എന്ന് പറയുന്ന പ്രവാചകൻ പൗലോസിന്റെ അരയിൽ കെട്ടുന്ന അരക്കച്ച എടുത്തിട്ട് തൻ്റെ കാലിൽ കെട്ടിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ, ഈ അരക്കച്ചയുടെ ഉടമസ്ഥൻ യെരൂശലേമിൽ വെച്ച് ഇതുപോലെ കെട്ടപ്പെടുക മാത്രമല്ല, അവനെ ജാതികളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും, വലിയ ഉപദ്രവം ഉണ്ടാകും, ഒത്തിരി കഷ്ടങ്ങളിലൂടെ ആ മനുഷ്യൻ പോകും. അഗബസ് അറിയപ്പെടുന്ന പ്രവാചകനായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയാണ് ഒരാൾ പ്രവചിക്കുകയോ ഒരാൾ പറയുകയോ ചെയ്താൽ, നിങ്ങളിൽ ആരെങ്കിലും, ഞാനോ നിങ്ങളോ ആ ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും ആ സ്ഥലത്തേക്ക് പോകുമോ? നിങ്ങളെന്തോന്നും മറുപടി പറയാതെ പോകുമെന്നാണോ പോകില്ലെന്നാണോ? ഞാനാണെങ്കിൽ പോകില്ല. നിങ്ങളാണ് ഞാൻ എൻ്റെ കൂടെ പോകില്ല എന്ന് പറയുന്നവരെന്ന് കരങ്ങൾ ഉയർത്തി കാണിച്ചേ. ഓക്കെ, നമ്മൾ ആരും പോകത്തില്ല. കാരണം നമുക്ക് ആ ബന്ധനങ്ങളും കഷ്ടങ്ങളും ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയത്തില്ല. നമ്മുടെ മനസ്സ് സമ്മതിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പലരിലൂടെ, ഒരാളിലൂടെയല്ല പൗലോസിനോട് പറഞ്ഞത്, പലരിലൂടെ പറഞ്ഞു, നീ അവിടെ ചെന്നാൽ നിനക്ക് പ്രശ്നം ഉണ്ടാകും, നീ അവിടെ ചെന്നാൽ പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ പൗലോസിന്റെ തീരുമാനം ഒന്ന് ശ്രദ്ധിച്ചേ സഹോദരങ്ങളെ, പൗലോസിന്റെ തീരുമാനം ഒന്ന് ശ്രദ്ധിച്ചേ. ആ പ്രശ്നങ്ങൾ എന്തൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുവെങ്കിലും ഇന്നതാണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. പ്രശ്നങ്ങളുണ്ടാകും, ബന്ധനം ഉണ്ടാകും, കഷ്ടമുണ്ടാകും. ആ കഷ്ടങ്ങളും ബന്ധനങ്ങളും ഉണ്ടാകുമെങ്കിലും ഇന്ന സ്പെസിഫിക് ആയി ഇന്ന് സംഭവിക്കുമെന്ന് ആരും പറഞ്ഞില്ല. അടുത്ത വാചകം പൗലോസ് പറയുക എങ്കിലും, എല്ലാവരും പറഞ്ഞു എങ്കിലും, അതിൻ്റെ നടുവിൽ, എല്ലാവരും പറഞ്ഞു അതിൻ്റെ നടുവിൽ എൻ്റെ ശുശ്രൂഷ, കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, കഷ്ടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലെ ദൈവം തന്ന ശുശ്രൂഷ തികയ്ക്കാൻ പറ്റുമോ? പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതിന് നടുവിൽ ദൈവം തന്ന ശുശ്രൂഷ തികയ്ക്കാൻ പറ്റുമോ? പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ള ഒരാളുടെ ലൈഫിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്ന, ഒരു പട്ടണത്തിൽ ചെന്നാൽ അടികിട്ടും, പ്രശ്നം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, വഴക്കുണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾ കേട്ടാൽ നമ്മൾ അവിടേക്ക് പോകാറില്ല.
പോകുമ്പോൾ നമ്മുടെ അകത്ത് ആരുടെയെങ്കിലും ഉള്ളിൽ ഇങ്ങനൊരു ചിത്രമുണ്ടാകുമോ? അവിടെ ചെന്നാൽ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കാൻ പറ്റുമെന്ന് ചിന്ത വരുമോ? ഒരു നാളുമില്ല. എന്നാൽ പൗലോസിനൊരു കാര്യം അറിയാം, ബന്ധനങ്ങളും കഷ്ടങ്ങളും അവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടേക്കാണ് പോകേണ്ടതെന്ന് വ്യക്തമായ ഉറപ്പ് പൗലോസിന്റെ അകത്തിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തൊരു സ്ഥലമില്ല സഹോദരങ്ങളെ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു ഇടവും ഇല്ല. പക്ഷെ ആ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെ നടുവിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള ശുശ്രൂഷ തികയ്ക്കുമെന്ന് മനസ്സിൽ അറിയാകുന്ന, ആത്മാവിൽ അറിയാകുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവരോട് എനിക്കൊരു വാചകം പറയാനുണ്ട്. അവർ ആ സ്ഥലത്ത് തോറ്റുപോകത്തില്ല, ആ സ്ഥലത്ത് അവർ നശിക്കത്തില്ല, ആ സ്ഥലത്ത് അവർ ഇല്ലാതാകത്തില്ല. പകരം എവിടാണോ ബന്ധനം ഉണ്ടെന്ന് പറഞ്ഞത്, എവിടാണോ കഷ്ടമുണ്ടെന്ന് പറഞ്ഞത്, അതിൻ്റെ നടുവിൽ അവരെ ദൈവം തിളങ്ങുമാറാക്കുന്ന വ്യക്തികളായി മാറ്റുവാനിടയാകുമെന്ന് പൗലോസിന്റെ വാക്കുകളിൽ തെളിയുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സൗരങ്ങളെ, ശുശ്രൂഷ മുഖത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ആരും വിചാരിക്കരുത്. നിങ്ങൾ യേശുവിലേക്ക് വരികയോ യേശുവിനെ പറയുകയോ യേശുവിനെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് അനുകൂലമാകുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ വീട് നിനക്ക് പ്രതികൂലമാകാം. എൻ്റെ വീട് ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്തീയ വിശ്വാസികളായിരുന്ന എൻ്റെ അപ്പനും അമ്മയും എനിക്കെതിരായി. അവരെന്നോട് സുവിശേഷം പറഞ്ഞാൽ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആ കാര്യങ്ങളെല്ലാം അവരെ ആരൊക്കെ എതിർത്തപ്പോഴും ഞാൻ യേശുവിന് വേണ്ടി നിന്നത് ഇന്ന് ഓർക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞില്ല ഈ അഞ്ചലിൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ വർഗീയമായ ആളുകൾ എഴുന്നേറ്റു. ആ പുറകിലെ ഹോളിൽ, ഈ ഹോളല്ല, എൻ്റെ പുറകിലെ വർക്ക്ഷോപ്പിൻ്റെ ഹോളിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ചില ആളുകൾ വന്ന് എൻ്റെ കാറിൻ്റെ അടിയിൽ ഒരു നാടൻ ബോംബ് എറിഞ്ഞു. ആ ബോംബ് എറിഞ്ഞതിനെ തുടർന്ന് എൻ്റെ കാറിൻ്റെ ടയറുകളെല്ലാം കത്തിപ്പോയി, അകത്തെ സീറ്റ് കത്തിപ്പോയി. നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നോ ദിവസമെന്ന് എനിക്കറിയത്തില്ല. 2001 എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ കൂടെ നിൽക്കുന്ന പലരും പറഞ്ഞു ഇതോടെ ശുശ്രൂഷ അവസാനിച്ചു. ആ ഹോളിന്റെ മുമ്പിൽ പോലീസ് കാവലോടെ ഏകദേശം 1 മാസത്തോളം ചർച്ച നടന്നു. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ആളുകൾ പറഞ്ഞു അതെല്ലാം അവസാനിച്ചു, ഇനി ഒരു ദിവസം പോലും മുന്നോട്ട് പോകത്തില്ല. ഞങ്ങളും വിചാരിച്ചു അവസാനിച്ചു എന്ന്. അതിൻ്റെ ഇടയിൽ ആ ദൈവം എനിക്കൊരു വാചകം തന്നത്, ഭാരതം ഉണരണം, യേശുവിൽ വളരണം, എന്നെ ഉപയോഗിക്കണമേ നാഥ എന്ന്. ഞാൻ ആദ്യമായിട്ട് ആ പാട്ട് എഴുതിയത് ആ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ആയിരുന്ന സമയത്ത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്കറിയാവോ സഹോദരങ്ങളെ, 150 പേരുണ്ടായിരുന്ന അന്ന് ആ വർഷം ഞങ്ങൾ 300 വർദ്ധിച്ചു. ആമേൻ, ഹല്ലേലൂയ. പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകില്ലെന്ന് ദൈവം പറഞ്ഞില്ല. പ്രശ്നമുള്ളിടത്തിൽ നിന്നല്ല ഒഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ഥലത്തും നിലനിൽക്കാൻ കഴിയത്തില്ല. പ്രശ്നം ഉണ്ടാകില്ലെന്നല്ല ബൈബിൾ പറഞ്ഞത്, ആ പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ നിന്നെ നിർത്താം എന്ന യേശു പറഞ്ഞത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല. നീ പ്രാർത്ഥനയ്ക്ക് വരുന്നത് കൊണ്ട് നിനക്ക് ആക്ഷേപം എഴുന്നേക്കാം, നീ പ്രാർത്ഥനയ്ക്ക് വരുന്നതുകൊണ്ട് നിന്റെ വീട്ടുകാർ എഴുന്നേക്കാം, നീ പ്രാർത്ഥനയ്ക്ക് വരുന്നതുകൊണ്ട് ചില പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷെ അതിന് നടുവിൽ പതറുകയല്ല വേണ്ടത്. അതിന് നടുവിൽ പറയണം, പ്രശ്നം എത്ര വലുതായിരുന്നാലും എന്നെ അവിടെ നിർത്താം എന്ന് പറഞ്ഞവൻ വിശ്വസ്തനാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചുടി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രശ്നങ്ങൾ എത്ര ഉണ്ടാകട്ടെ, പക്ഷെ അതിന് നടുവിൽ എന്നെ നിർത്താം എന്ന് പറഞ്ഞ ഒരുവനുണ്ട്. അടുത്തിരിക്കുന്ന എല്ലാ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, പ്രശ്നങ്ങൾ എത്ര ഉണ്ടാകട്ടെ, അതിന് നടുവിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുവൻ, എന്നെ അവിടെ നിർത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രശ്നങ്ങൾ എത്ര എഴുന്നേൽക്കട്ടെ, അതിന് നടുവിൽ ആര് പറഞ്ഞിട്ടുണ്ട്? യേശു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷേ ആ കഷ്ടങ്ങളെ മുഴുവനും ഞാൻ ജയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? കഷ്ടം നിങ്ങൾക്കുണ്ടാകാം, പക്ഷെ അറിയേണ്ടത് ആ കഷ്ടങ്ങളുടെ നടുവിൽ ജയാളിയായ ഒരുവൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഇനി ഞാൻ ആ കഷ്ടങ്ങളുടെ നടുവിൽ പാതറത്തില്ല, തളരത്തില്ല, നശിക്കത്തില്ല. അതിന് നടുവിൽ നിലനിൽക്കുകയേ ഉള്ളൂ. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഒന്നും കൂടെ ആ വാചകം പറയാം. നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ എഴുന്നേൽക്കാം, പ്രതിസന്ധികൾ എഴുന്നേൽക്കാം, പക്ഷെ അറിയേണ്ട വാചകം, അറിഞ്ഞിരിക്കേണ്ട ബോധ്യം, ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ തളരുന്നവരാകരുത്. അതിന്റെ നടുവിൽ നിലനിർത്താം എന്ന് പറഞ്ഞ് ഒരുവൻ എൻ്റെ കൂടെ ഉണ്ട്. ആരും മാറിയാലും വാക്കുമാറാത്ത, ആകാശം മാറിയാലും ഭൂമി മാറിയാലും വാക്കുമാറാത്ത ഒരുവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആക്ഷേപം നിന്നെ തൊടത്തില്ല,
വേദപുസ്തകം പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 5:41 പറയുക, പത്രോസിനെ അടിക്കുവാൻ ആളുകൾ എഴുന്നേറ്റു. പൗലോസിനെ അടിച്ചു 40 പ്രാവശ്യം അടിച്ചു എന്ന വേദപുസ്തകം പറയുന്നത്. അടിച്ചതിന് ശേഷം അവനെ പറഞ്ഞയച്ചു. അടിച്ചിട്ട് പറഞ്ഞയച്ചു പത്രോസ് പറഞ്ഞ വാചകം എന്നെ സ്പർശിക്കാറുണ്ട്. പത്രോസ് പറയുക, ദൈവനാമത്തിനെ അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണ കൊണ്ട്. എന്നതാ? ദൈവനാമത്തിനെ അല്ലെങ്കിൽ അപമാനം സഹിക്കാൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപമാനം സഹിക്കണമെങ്കിലും അതിനും ഒരു യോഗ്യത വേണം സഹോദരങ്ങളെ. അതിനൊരു തെരഞ്ഞെടുപ്പില്ലാതെ, നിങ്ങൾക്ക് ആ യോഗ്യതയില്ലാതെ നിങ്ങളിൽ ആരെങ്കിലും ആക്ഷേപം കേൾക്കുന്നുവെങ്കിൽ വീടടച്ച് വീട്ടിനകത്ത് ഇരിക്കാനല്ല, അതിനും ഒരു യോഗ്യത ഉണ്ടാകണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റിയില്ല, നിനക്കേ പറ്റിയുള്ളൂ. പറഞ്ഞാട്ടെ, വേദപുസ്തകത്തിന്റെ ഭാഷയായി പറയുന്നത് കേട്ടോ. ഈ അഞ്ചലിലെ ഈ ഹോളിന്റെ മുമ്പിൽ പരസ്യമായിട്ട് ഒട്ടിച്ചു വെച്ചു, എന്ത്? പെൺവാണിഭം നടത്തുന്ന ജോൺ ദാരുവിനെ അറസ്റ്റ് ചെയ്യുക, വ്യഭിചാരം നടത്തുന്ന ജോൺ ദാരുവിനെ അറസ്റ്റ് ചെയ്യുക. ആ പറഞ്ഞവരൊക്കെ ഇന്ന് കർത്താവിന്റെ കൃപയിലേക്ക് തിരിഞ്ഞു വന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആക്ഷേപം പറഞ്ഞവരും അധിക്ഷേപം പറഞ്ഞവരൊക്കെ അവരുടെ വായടച്ച് നിന്നുപോയി. ആക്ഷേപം പറഞ്ഞ് എന്നോട് വിലപേശിയ ആളുകളൊക്കെ നിലനിന്നുപോയി. എന്നാൽ എൻ്റെ കർത്താവ് ഇന്നും എന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആക്ഷേപങ്ങൾ എഴുന്നേൽക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രശ്നങ്ങൾ എഴുന്നേൽക്കില്ല എന്ന് വിചാരിക്കരുത്. വേദവചനം പറയുക, ബന്ധനങ്ങളും കഷ്ടങ്ങളും തനിക്കായി കാത്തിരിക്കുന്നു എന്ന് പൗലോസിന് അറിയാമായിരുന്നു. പക്ഷേ അതിൻ്റെ നടുവിൽ, ഇനി ഞാൻ പറയുന്നൊരു വാചകം ശ്രദ്ധിച്ചേ, അതിൻ്റെ നടുവിൽ തൻ്റെ ശുശ്രൂഷ തികയ്ക്കുമെന്ന്, പൂർത്തീകരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ദൈവമക്കളാണ് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അറിയേണ്ടത്, നിന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവിക ഉദ്ദേശം തികയ്ക്കാതെ നീ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നും കൂടെ ഞാൻ ആ വാചകം പറയാം. നിന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന ദൈവിക ഉദ്ദേശങ്ങൾ നിവർത്തിയാകാതെ ഞാനും നിങ്ങൾ ഇവിടുന്ന് മാറ്റപ്പെടുകയില്ല. അടുത്തിരിക്കുന്ന ആളെ കൈ എടുത്തിട്ട് പറഞ്ഞേ, നിന്റെ ശുശ്രൂഷയെ നീ തികയ്ക്കും. ഓ ലവ് യു ജീസസ്. ഒന്നും കൂടെ പറഞ്ഞാട്ടെ, എന്നാ ചെയ്യും? നിന്റെ ശുശ്രൂഷയെ നീ എന്ത് ചെയ്യും? തികയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് 1-ാം അധ്യായം ഫിലിപ്പിയ ലേഖനം 1:4, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിൻ്റെ അവസാനത്തോളം പൂർത്തീകരിക്കുന്നവനാണ്. അവൻ എന്ത് ചെയ്യും? എന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ പൂർത്തിയാക്കുന്ന ഒരുവനാണ് എനിക്കുള്ളത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചുടെ ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് കൈ അടിച്ചുടെ ഹല്ലേലൂയ പറഞ്ഞേ. സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ, ഗൗരവമായി കേൾക്കൂ. എൻ്റെ കൂടെ ഉള്ളവർ ശ്രദ്ധിക്കൂ. നിങ്ങളിൽ ഒരു പ്രവൃത്തി ദൈവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇടയിൽ സാഹചര്യത്തിന്റെ നടുവിൽ നിന്നു പോകത്തില്ല. അതിന്റെ നടുവിൽ നിന്നു പോകാനുള്ളതല്ലത്, അത് പൂർത്തീകരിക്കാനുള്ളതാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചുകൊണ്ട് പറഞ്ഞേ, അത് പൂർത്തീകരിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങളിൽ ആരംഭിച്ച ദൈവപ്രവൃത്തി അത് നിന്നു പോവാനുള്ളതല്ല, അത് അവസാനിക്കാനുള്ളതാണ്. അവസാനിപ്പിക്കുന്ന ദൈവമാണ് നിനക്കുള്ളത്. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് ദൈവകൃപയിലേക്ക് വന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് ദൈവം പൂർത്തിയാക്കും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതിനകത്ത് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണോ അത് തികച്ചെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ സ്വർഗത്തിലെ കർത്താവ് ശക്തനാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചുടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഏത് സാഹചര്യത്തിലും കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കും. ബ്രദർ ജോൺ താരു നൽകിയ ദൈവിക സന്ദേശത്തിന്റെ DVD ലഭ്യമാകുവാൻ വിളിക്കുക 8589002074. ആക്ഷേപങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ പതറാതെ കർത്താവിലുള്ള ഉറപ്പോടായിരിക്കാം. നിന്നിൽ ആരംഭിച്ച ദൈവപ്രവൃത്തി അത് കർത്താവ് തികച്ചെടുക്കുവാനിടയാകും. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഈ ബ്രദറിന്റെ പേര് സുനിൽ എന്നാണ്. കോട്ടയത്ത് നിന്നാണ് വരുന്നത്. കർത്താവ് ഇവരുടെ ഫാമിലിക്ക് കൊടുത്ത ഒരു ടോട്ടൽ പാക്കേജ് ആണ് സൗഖ്യം എന്ന് പറയുന്നത്. 3 പേർക്ക് സൗഖ്യം കൊടുത്തിരിക്കുന്നത്. 3 പേർക്ക്. ഈ ബ്രദർ ഒരു മേസ്തിരി പണി ചെയ്യുന്ന ആളാണ്. ഒരു 3 ആഴ്ച മുന്നേ ഒരു കെട്ടിടത്തിന്റെ പണി ചെയ്യേ 2ാമത്തെ നിലയിൽ നിന്ന് കൂര വാർക്കുന്ന പണി ചെയ്യായിരുന്നു.
അത് തീർന്നു കഴിഞ്ഞിട്ട് ബ്രദർ അത് നിർത്തി ഇറങ്ങുമ്പോഴത്തേക്കും കല്ല് വന്ന് കഴുത്തിൽ വീണ് ഉടനെ ബ്രദർ ഈശോയെ എന്ന് വിളിച്ചു. പെട്ടെന്ന് ഒരു വലിയൊരു മുഴ പോലെ അവിടെ വീണു. ഇച്ചിരി നീര് വീർത്തു, വേദനയും ഉണ്ടായിരുന്നു. ബ്രദർ ഈശോ എന്ന് വിളിച്ച് അവിടെ ഇരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബ്രദർ പറയുന്നത് ഒരു ഐസ് പാക്ക് വെച്ച പോലെ ഭയങ്കര തണുത്ത ഒരു ഫീലിംഗ് അവിടെ ഉണ്ടായി. അങ്ങനെ ബ്രദർ അവിടെ തൊട്ട് നോക്കിയപ്പോൾ അവിടെ വേദനയും ഇല്ല, മുഴയും ഇല്ല, ഒന്നുമില്ല. എന്ന് പറഞ്ഞ കല്ല് വീണ സ്ഥലത്ത് പൊടി പോലും ഇല്ല. എൻ്റെ യേശു ചെയ്ത വലിയ കാര്യത്തിന് നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ അന്ന് നേരെ ബ്രദർ വീട്ടിൽ പോകുമ്പോൾ ബ്രദർ തന്നെ പറയുന്നു, അത്ഭുതം എന്ന് പറയട്ടെ, ബ്രദറിന്റെ വൈഫിന് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. വൈഫ് വന്നിട്ട് പറയുന്നത് എനിക്ക് അതിന്റെ പ്രശ്നം ഇപ്പൊ തോന്നുന്നില്ല എന്നാ പറഞ്ഞു. അത് മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ ബ്രദറിന്റെ അച്ഛൻ വളരെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബ്ലഡി ആയിട്ടാണ് യൂറിൻ പോയിക്കൊണ്ടിരുന്നത്. ബ്ലഡ് വൊമിറ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നടക്കാൻ പറ്റത്തില്ല, എഴുന്നേക്കാൻ പറ്റില്ല. അങ്ങനെ വളരെ പ്രശ്നമായിരിക്കെ ബ്രദറും വൈഫും കൂടെ തീരുമാനിച്ച് ഇവിടെ ചർച്ചിൽ എൻഗേജ് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ബ്രദറിന്റെ അച്ഛന് വലിയ വിശ്വാസം ഇല്ലായിരുന്നു. ഇവരുടെ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് അച്ഛൻ ചാടി എഴുന്നേറ്റിട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു പോയി. അതിനുശേഷം പുള്ളി പറയുന്നത് യൂറിനില് ബ്ലഡോ വൊമിറ്റില് ബ്ലഡോ ഇപ്പൊ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്ന് നന്ദി പറഞ്ഞേ, കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇതൊക്കെ ശരിയാണോ ബ്രദറെ? ശരിയാണ്. പ്രാർത്ഥിച്ച ഉടനെ യൂറിന്റെ ബ്ലഡിനകത്ത് യൂറിനകത്തുള്ള ബ്ലഡ് മാറി അപ്പച്ചന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. ശരിയാണോ? ശരിയാണ്. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞിട്ട് സന്തോഷത്തോടെ. ഈ സിസ്റ്ററിന്റെ പേര് ശാന്ത എന്നാണ്. ശാന്ത കായംകുളം അടുത്തുള്ള മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ സിസ്റ്റർ 2 മാസം മുന്നേ ബാത്റൂമിൽ തെന്നി വീണത് കൊണ്ട് പൊട്ടലുണ്ടായി. റൈറ്റ് ലെഗിന്റെ മുട്ടിലാണ് പൊട്ടലുണ്ടായത്, ഈ ഭാഗത്തായിട്ട് മുട്ടിന് മുകളിൽ പെട്ടുണ്ടായി. അതിനുശേഷം ബാൻഡേജ് ഇട്ടിരുന്നു. 3 ആഴ്ചയോളം ബാൻഡേജ് ഇട്ടിരുന്നു. എങ്കിൽ പോലും സിസ്റ്ററിന് വേദന ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കസേരയിൽ ഇരുന്നായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ സൺഡേ ഇവിടെ വന്ന് ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചു. അതിനുശേഷം സിസ്റ്ററിന് വേദനയില്ല, കസേരയിലല്ല, നടന്നു തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. പറഞ്ഞു ശരിയാണോ? ശരിയാണ്. എന്ത് സംഭവിച്ചത്? ബാത്റൂമിൽ മറിഞ്ഞു വീണതാ. ബാത്റൂമിൽ മറിഞ്ഞു വീണു, മുട്ടിടിച്ചു വീണു. അതിനെ തുടർന്ന് എന്തോ ഉണ്ടായി? മുട്ടിന് പൊട്ടലുണ്ടായി. പിന്നെ എക്സ്റേ എടുത്തപ്പം പൊട്ടലുണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞ് ബാൻഡേജ് ഇടണമെന്ന് പറഞ്ഞ് 3 ആഴ്ച ബാൻഡേജ് ഇട്ട്. ഇപ്പോഴൊന്നും മാറിയില്ല. കൊച്ചു കുഞ്ഞുള്ളത് കൊണ്ട് എല്ലാ ജോലിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാല് ശരിയായില്ല. പിറ്റേ ആഴ്ച ചെന്ന് പ്ലാസ്റ്റർ എടുത്തിട്ട് ബാൻഡേജ് ചുറ്റിയിട്ടൊന്നും വേദന. അതായത് പ്ലാസ്റ്റർ ഇട്ടിരിക്കുമായിരുന്നു, ബാൻഡേഡ് അല്ല, പ്ലാസ്റ്റർ ഇട്ടിരിക്കുമായിരുന്നു. പ്ലാസ്റ്റർ അടി മോളായിട്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു മുട്ടുപൊട്ടി ആരെങ്കിലും പ്ലാസ്റ്റർ ഇടുവോ, അല്ല ബാൻഡേഡ് ഇടുവോ? പ്ലാസ്റ്റർ ഇട്ടിരുന്നതാ. പ്ലാസ്റ്റർ ഇട്ട് 3 ആഴ്ച കിടന്ന്. പ്ലാസ്റ്റർ ഇട്ടിട്ട് 3 ആഴ്ച കിടന്നു. അതിനുശേഷം ബാൻഡേഡ് ഇട്ടു. ബാൻഡേഡ് ഇട്ടിട്ടും വേദനയൊന്നും മാറിയില്ല. പിന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഇവിടെ ഇതേപോലെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി ബ്രദറിനെ കണ്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം സൗഖ്യമാകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്ന് കഴിഞ്ഞ സൺഡേയിൽ വന്നെല്ലാം പ്രാർത്ഥിച്ചു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പൂർണ്ണമായിട്ട് മാറി കിട്ടി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇതിൻ്റെ കാലിൻ്റെ ചിരട്ട പൊട്ടിയിട്ട് പ്ലാസ്റ്റർ ഇട്ട ആളാണ്. പ്ലാസ്റ്റർ ഇട്ടതിനെ തുടർന്ന് വേദന മാറിയില്ല, അല്ലെങ്കിൽ ബാൻഡേഡ് ഇട്ടിട്ടും വേദന മാറിയില്ല. കർത്താവ് ഇവിടെ വന്നതിന് ശേഷം കർത്താവ് സൗഖ്യമാക്കി എന്ന് പറയുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ പോയാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ മേൽ ഉണ്ടാകുവാനിടയാക്കും. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്. കർത്താവേ, അവിടുത്തെ പ്രവൃത്തി ഉണ്ടാവട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, വിരലുകൾ കുത്തിപ്പഴുക്കുന്ന, വിരലിലെ നഖങ്ങൾ കുത്തിപ്പഴുക്കുന്ന പ്രയാസത്തിലായിരിക്കുന്ന കർത്താവെ, ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, നെറ്റിയിൽ കാണത്തക്ക വിധത്തിലൊരു മുഴയുള്ള ഒരു പ്രായമായ സിസ്റ്റർ, കർത്താവെ, അമ്മയുടെ മേൽ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. ആ മുഴ ചുരുങ്ങിപ്പോട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ മുഴ ചുരുങ്ങിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ മുഴ ചുരുങ്ങിപ്പോട്ടെ അപ്പാ. കർത്താവെ, അമ്മ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ആക്സിഡൻ്റ് ഉണ്ടായതിനെ തുടർന്ന് വർഷങ്ങളായിട്ട് കാലിൻ്റെ മുട്ട് വേദനയാണ്, നന്നായി നടക്കുവാൻ കഴിയത്തില്ല.
ആ പ്രയാസത്തിലായിരിക്കുന്ന ആ ബ്രദറിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ ബ്രദർ ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ ബ്രദർ ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ. അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുപിതാവിനോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. രോഗികളായിരിക്കുന്നവർ കർത്താവേ, അവരുടെ മേലവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. സാമ്പത്തിക പ്രതികൂലത്തിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും അവിടുത്തെ വഴി തുറക്കട്ടെ അപ്പാ. അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, അവിടുന്ന് സ്വപ്നങ്ങളെ കൊടുത്തതിന് നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജ്ഞാനത്തോടെ ആയിരിക്കണേ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണും വരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 998. സൗരങ്ങളെ, ഒരു ഗുഡ് ന്യൂസ് ഞാൻ പറയുക. നിങ്ങൾക്കറിയാം, ഞാൻ 4 ചാനലിലുണ്ട്. സൂര്യയിലുണ്ട് 5:30, ഫ്ലവേഴ്സിലുണ്ട് 6:30, ജീവനിൽ രാവിലെ 7:30ക്കും 11:30ക്കും, ഹാർവസ്റ്റ് TV 9:00-നും രാത്രി 12:00-നും. എന്നാൽ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ പ്രോഗ്രാം GJTW എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഈ 4 പ്രോഗ്രാമുകളും മറ്റു പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കും. മാത്രമല്ല, സാധിക്കുന്നവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബെൽ ബട്ടൺ കാണാൻ കഴിയും. ആ ബെൽ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്താട്ടെ. നിങ്ങൾക്ക് ആ ദിവസം മുതൽ നിങ്ങളുടെ മൊബൈലിലും ടാബിലും യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പ്രോഗ്രാം നോട്ടിഫിക്കേഷൻ വരും. അത് നിശ്ചയമായും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അനേകർ യൂട്യൂബ് ചാനലിലൂടെ കണ്ട് സൗഖ്യമാകുന്ന കാഴ്ച വളരെ സന്തോഷത്തോടെ ഞങ്ങളും കാണുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറന്നു പോരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അപ്പോസ്റ്റൽ ജോൺ ദാരു എന്നാണ്. നിങ്ങൾക്കും ആ കാര്യം ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യാം. പിന്നീട് ആ ദിവസം മുതൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 998.